Good afternoon. Good afternoon, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പബ്ലിക് റിലേഷൻസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? എവിടെ വരെ എടുത്തത്? സൈനേജ് നെയിം ബോർഡ്സ് വരെ അല്ലെ? ഓക്കെ, ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പോവാം അല്ലെ? അപ്പൊ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? എന്താ, എന്തിനു വേണ്ടിയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മള്? എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത്? ഫസ്റ്റ് ഇതിലെ ബോക്സിൽ എന്താ പറഞ്ഞ? ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല്? എന്താണ് ഹോസ്പിറ്റലിന്റെ മെസ്സേജ് അല്ലെ? ആശുപത്രിയുടെ സന്ദേശങ്ങള് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെ? അതിനുവേണ്ടി സാധ്യമായിട്ടുള്ള പല മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കും അല്ലെ? ആ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള പല മാർഗങ്ങളും, ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന രീതിയെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ആണോ? ക്ലിയർ ആയോ? നമുക്ക് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ടും കമ്മ്യൂണിക്കേഷൻസ് നടത്താം എന്ന് പറയുന്നത് അല്ലെ? കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിനെ നമ്മൾ പല വഴികളിലൂടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതിലൊന്നാമത് നമ്മൾ പറഞ്ഞ എന്താ? അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻസ് അല്ലെ? മതിയായ ഇൻഫർമേഷൻസ് ആളുകൾക്ക് കൊടുക്കുക എന്നാ പറഞ്ഞേ? പേഷ്യൻസിന്, റിലേറ്റീവ്സിന്, വിസിറ്റേഴ്സിന് അല്ലെ? അവിടെ വരുന്ന സന്ദർശകർക്കെല്ലാം മതിയായ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് നൽകുക. അതിപ്പോ അവരുടെ എൻക്വയറിയുമായി ബന്ധപ്പെട്ടാവാം, എന്തെങ്കിലും അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടാവാം അല്ലെ? അവരുടെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടാവാം അങ്ങനെയൊരു ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ ഡിസ്ചാർജ് സമയത്ത് ആ പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്, എന്തൊക്കെ ഫോളോ അപ്പ് നടത്തണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഈ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം ശരിയായ രീതിയിൽ ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരെ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻസ് തന്നെയായിരിക്കും. അതാണ് ആദ്യത്തെ ബോക്സിൽ നമ്മൾ പറയുന്നത് അല്ലെ? സെക്കൻഡ് വൺ പറഞ്ഞ എന്താ? ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് നടത്തുക. ആർക്ക് വേണ്ടിയിട്ട്? അവിടെ വരുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ട് അല്ലെ? പക്ഷെ അത് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേ? ആ ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെ? ദൈനംദിന എന്താണ് മെഡിക്കൽ പരിചരണങ്ങളെ ഒന്നും ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഈ ഓപ്പൺ ഹൗസ് അപ്രോച്ച് നടത്തേണ്ടത് അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നമ്മുടെ സോഷ്യൽ കൾച്ചർ അനുസരിച്ച് നമുക്ക് ഒരുപാട് പേഷ്യൻസിനെ കാണാൻ വരുന്ന ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് അല്ലെ? സന്ദർശകരുണ്ട്. അവരൊക്കെ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അവരെന്ത് ചെയ്യുക? വിസിറ്റിംഗ് അവേഴ്സ് കൊടുത്തിരിക്കുന്ന ആ വിസിറ്റിംഗ് അവേഴ്സിൽ അവർ വരികയും, അതിപ്പോ പേഷ്യൻസിന് സന്ദർശകരാവാം അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആവാം. അപ്പൊ അവരെല്ലാം വരുന്ന സമയത്ത് അവർ ചോദിക്കുന്ന അന്വേഷണങ്ങൾ എന്താണ് അവർ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് അവർക്ക് അവരുടെ ഹോസ്പിറ്റലിലുള്ള അവിടുത്തെ ജീവനക്കാരോട് ചോദിക്കാനുള്ളത്, ആ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് എന്ത് ചെയ്യുക? ആ വിസിറ്റിംഗ് അവേഴ്സില് അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നഴ്സിനെ അവിടെ അവൈലബിൾ ആക്കുകയാണെങ്കിൽ എന്താണ്? കൃത്യമായിട്ട് അവർ ചോദിക്കുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായ മറുപടി ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ലെ? അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യണം? ഡേ ടു ഡേ റൗണ്ട്സുകളിലേക്ക് വരണം അല്ലെ? റൗണ്ട്സുകളിൽ വരുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണങ്ങൾ നടന്നെങ്കിൽ അതും ഇവർക്ക് ചെയ്യാവുന്നതാണ്. എപ്പോഴും അഡ്മിനിസ്ട്രേറ്റേഴ്സ് റൗണ്ട്സിന് വരുന്ന സമയത്ത് ഇവരുമായി ഇങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുമ്പോൾ എപ്പോഴും അത് ഇൻഫോർമൽ ആയിരിക്കണം, അനൗപചാരികമായിട്ട് അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടായിരിക്കണം അവരോട് പെരുമാറേണ്ടതെന്നാണ് സെക്കൻഡ് വൺ പറഞ്ഞത്. തേർഡ് വൺ ആണ് നമ്മൾ പറഞ്ഞത് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് അല്ലെ? സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് എന്താ പറഞ്ഞേ? നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ഒന്നാണ് സൈൻ ബോർഡ്സും നെയിം ബോർഡ്സ് അല്ലെങ്കിൽ സൈനേജുകളൊക്കെ അല്ലെ? അതുപോലെ ഫ്ലോർ പ്ലാനുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? ഫ്ലോർ പ്ലാനുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയസ്. ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എൻട്രി ചെയ്യുന്ന ആ ഒരു ഏരിയയിലൊക്കെ, എൻട്രി ഏരിയയിലൊക്കെയാണ് കൂടുതലും കാണുന്നത് അല്ലെ? അവിടെ ആ ഒരു എത്ര നിലയുണ്ടോ ആ നിലയിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, സ്റ്റെയർ എവിടെയാണ് അല്ലെ, ലിഫ്റ്റ് സൗകര്യം
എവിടെയാണ് എന്ന് അതിനോട് റൈറ്റിലേക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, ലെഫ്റ്റിലേക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, ഫസ്റ്റ് ഫ്ലോറിൽ ഇന്നതാണ്, സെക്കൻഡ് ഫ്ലോറിൽ ഇന്ന സ്ഥലത്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഓരോ സ്ഥലങ്ങൾ ഇരിക്കുന്നത് എന്ന രീതിയിലുള്ള പ്ലാനുകൾ തയ്യാറാക്കി വെക്കുക. ദെൻ എല്ലാ റൂമുകളും കൃത്യമായി നമ്പർ ചെയ്യുക. അതുപോലെ പേഷ്യൻസിനെ കുറിച്ച് ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രോഷേഴ്സ്, അവരുടെ പേര്, അവരുടെ വയസ്സ്, അവർ വരുന്ന സ്ഥലം എന്ന് മുതലായ കാര്യങ്ങൾ, റൂം നമ്പർ മുതലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തി വെക്കുക. അതുപോലെ വിസിറ്റേഴ്സിനുള്ള സന്ദർശകർക്കുള്ള ഗൈഡുകളും നൽകുക. അപ്പൊ അതെല്ലാം വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിനെ സന്ദർശിക്കാൻ വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതിൽ ആ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് നല്ല സഹായിക്കുന്ന ഒന്നാണ് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയുമല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫോർത്ത് വൺ ആണ് കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ്. എന്താ? കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിമെന്റ്സ് അല്ലെ, എന്തെങ്കിലും അനുമോദനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ പറഞ്ഞേ? എ പ്രൊവിഷൻ ടു ലിസൺ ടു വെർബൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസിസ്റ്റിംഗ് ഓൺ എന്നാണ് കേട്ടോ അവിടെ. ഇൻസിസ്റ്റിംഗ് ഓൺ റിട്ടൺ വൺസ് ഇമെയിൽസ്. എന്താ? റിട്ടൺ ആയിട്ട് രേഖാമൂലം എഴുതി കൊടുക്കുക അല്ലെ, റിട്ടൺ ആയിട്ട് രേഖാമൂലം എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇമെയിലുകൾ വഴിയോ കിട്ടുന്ന ആ ഒരു പരാതിക്ക് നിർബന്ധം പിടിക്കാതെ വെർബൽ കംപ്ലൈന്റ്സ്, വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ചില പേഷ്യൻസ് വളരെ എന്താണ് എഴുതാൻ പറ്റാത്തവരുണ്ടാവും, ചിലപ്പോൾ അവർക്ക് എഴുതാനായിട്ട് അക്ഷരങ്ങൾ അറിയാത്തവരുണ്ടാവും, പ്രായമായവരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും പരാതികൾ പറയാനുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ചില കാര്യങ്ങൾ നമുക്ക് റിട്ടൺ ആയിട്ടുള്ള എന്താണ് കംപ്ലൈന്റ്സ് ആയിട്ട് തന്നെ കിട്ടേണ്ടി വരും അല്ലെ, പല പല സിറ്റുവേഷൻ അനുസരിച്ച്. അതേസമയം അല്ലാത്തൊരു രീതിയിലുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ നിർബന്ധിച്ച് നമ്മൾ ഇന്ന രേഖാമൂലം തന്നെ വേണമെന്ന് നിർബന്ധിക്കാതെ അവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കാൻ തയ്യാറാണ് അല്ലെ. അതുപോലെ അവർ കേട്ട് അതിന് പറ്റിയ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് പ്ലേസ് അല്ലെ. സജഷൻ ബോക്സുകൾ കൃത്യമായ ഉചിതമായ ഇടങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക. വെക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ സജഷൻ ബോക്സുകൾ ഹോസ്പിറ്റലുകളിൽ വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും കോംപ്ലിമെന്റ്സ്, ഇപ്പൊ നല്ലൊരു സർവീസ് ആണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്, നമുക്ക് ചെന്നപ്പോ നല്ല ഇഷ്ടമായിട്ട് സർവീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ ഇഷ്ടമായെങ്കിൽ അവരുടെ ആ ഒരു അനുമോദിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സജഷൻ ബോക്സിൽ നിക്ഷേപിക്കാം. അല്ലെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതോ അല്ലെങ്കിൽ പുതിയതായി കൊണ്ടുവരേണ്ടതോ ആയ കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ സജഷൻ ബോക്സുകളിലൂടെ ആ ഹോസ്പിറ്റലിനെ അറിയിക്കാവുന്നതാണ് അല്ലെ. അപ്പൊ അവർ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ആ സജഷൻ ബോക്സുകൾ തുറന്ന് അതിലുള്ള പരാതികൾ എന്തൊക്കെയാണ്, ഈ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുകയും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സജഷൻ ബോക്സുകളിലൂടെയും അല്ലെങ്കിൽ ഈ വാക്കാലുള്ള പരാതികൾ കേൾക്കുന്നതിലൂടെയും സാധിക്കും. ക്ലിയർ ആണോ അത്? Complaints, compliments, suggestions. Okay. Then fifth one ആണ് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് അല്ലെ. പൊതുവായുള്ള ഇടപെടലുകൾ. എന്താണ്? ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യം തന്നെ. ഹോസ്പിറ്റൽ ടൂർസ് അല്ലെ, ടൂർ അല്ലെങ്കിൽ എന്താണ് വിസിറ്റ് അല്ലെ, സന്ദർശനം ഹോസ്പിറ്റലിലേക്ക് ബൈ ഗ്രൂപ്പ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് അല്ലെ. സ്കൂൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒരു ഗ്രൂപ്പായിട്ട് ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻസ്, പല സ്ഥാപനങ്ങളുടെ അംഗങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കാവുന്നതാണ്. ആൻഡ് ദ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്, പല മേഖലയിലുള്ള പ്രതിനിധികൾക്ക് ഈ ഹോസ്പിറ്റൽ സന്ദർശിക്കാവുന്നതാണ്. ആൻഡ് റിലീജിയസ് ലീഡേഴ്സ്, മത നേതാക്കൾക്കും ഗ്രൂപ്പായി ഈ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിൽ പങ്കെടുക്കാവുന്നതാണ്.
എന്നുള്ളതാണ്. ആൻഡ് ഹെൽത്ത് ഫെയർസ്, ആരോഗ്യമേളകൾ സംഘടിപ്പിക്കുക, എക്സിബിഷൻസ് നടത്തുക, സ്പെഷ്യൽ ക്ലിനിക്സ് നടത്തുക, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുക, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാമുകൾ നടത്തുക, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ് നടത്തുക, then ഓർഗനൈസ് കരിയർ ഡേ എക്സെട്ര, ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ നടത്തുക. ആൻഡ് ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ, വാർഷിക ആശുപത്രി ദിനാഘോഷങ്ങൾ നടത്തുക, ഫൗണ്ടേഴ്സ് ഡേ, സ്ഥാപക ദിനാഘോഷങ്ങൾ നടത്തുക, പ്രത്യേക സ്പെഷ്യൽ ഇവന്റ്സ്, പ്രത്യേക പരിപാടികളൊക്കെ നടത്തുക. അപ്പൊ ഇവയിലൂടെ ഇവർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഓൾ ദീസ് ഹെൽപ്സ് ഇൻ പ്രൊജക്ടിങ് എവരി ആസ്പെക്ട് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻസ് ഇൻക്ലൂഡിംഗ് സം ഓഫ് ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻസ്. ഹോസ്പിറ്റൽ നടക്കുന്ന വളരെ ഉയർന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഉൾപ്പെടുത്തി ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആളുകളിലേക്ക് എത്തിക്കാൻ, അല്ലെ? അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുന്ന എന്തിനാ? ആ ഹോസ്പിറ്റലിലേക്ക് അവർക്ക് മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആളുകളിലേക്ക് കാട്ടിക്കൊടുക്കാനായിട്ട്, അങ്ങനെ തുറന്നു കാട്ടാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ നടത്തുക എന്ന് പറയുന്നത്. അതൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ആവാം, അല്ലെ? ഒരു ഗ്രൂപ്പായിട്ടുള്ളവർക്ക് വിസിറ്റ് ചെയ്ത ഹോസ്പിറ്റലിനെ കുറിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹെൽത്ത് ഫെയർസോ അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് ക്യാമ്പുകളോ അല്ലെങ്കിൽ എക്സിബിഷൻസോ മുതലായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ആളുകൾക്ക് ബോധവാന്മാരാക്കാൻ പറ്റും. അതുപോലെ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഷൻ ഡേ, സ്പെഷ്യൽ ഇവന്റ്സുകളൊക്കെ നടത്തുന്നത് വഴിയും ആളുകളെ ഇതുമായി ഈ ഒരു ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിലൂടെ ഇങ്ങനെ വരുന്ന എല്ലാ പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള പബ്ലിക് ഇന്ററാക്ഷൻസ് എല്ലാം ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആളുകളിലേക്ക് തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഈ പബ്ലിക് ഇന്ററാക്ഷൻസ് സഹായിക്കുന്നത്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് 6th one ആണ് കേട്ടോ. അവിടെ നമ്പർ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. 6th one ആണ് സ്പീക്കേഴ്സ് ബ്യൂറോ, 7th one ആണ് അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ ആണോ? Then 6th നോക്കിയേ, സ്പീക്കേഴ്സ് ബ്യൂറോ. എന്താണ് സ്പീക്കേഴ്സ് ബ്യൂറോ എന്നെ പറയുന്നത്? നോക്കിയേ, CEO and staff should use every opportunity to speak to other service organizations and institutions on health matters. ആരോഗ്യ കാര്യങ്ങളിൽ, അല്ലെ? ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് മറ്റ് സ്ഥാപനങ്ങളോടോ, അതായത് ഒരു ഹോസ്പിറ്റലില് സിഇഒ ഉണ്ടാവും, സ്റ്റാഫുകളും ഉണ്ടാവും, അല്ലെ? സിഇഒ ജീവനക്കാരും, ഒരു ആശുപത്രിയിലെ സിഇഒയും ജീവനക്കാരും മറ്റ് സ്ഥാപനങ്ങളോടും അല്ലെങ്കിൽ മറ്റ് സർവീസ് ഓർഗനൈസേഷൻ, സേവന സംഘടനകളോടും എന്ത് ചെയ്യണം? ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? സംസാരിക്കാനുള്ള ഒരു അവസരം പോലും പാഴാക്കരുത്. അതാണ് CEO and staff should use every opportunity. എല്ലാ വിധത്തിലുമുള്ള അവസരങ്ങളും അവർ ഉപയോഗിക്കണം. ആരുപയോഗിക്കണം? ഒരു ഹോസ്പിറ്റലിലെ സിഇഒയും സ്റ്റാഫുകളും ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയാണ് ആ ഒരു അവസരം ഉപയോഗിക്കുന്നത്? ടു സ്പീക്ക് ടു അതർ സർവീസ് ഓർഗനൈസേഷൻ, മറ്റ് സേവന സംഘടനകളോടും ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റ് സ്ഥാപനങ്ങളോടും ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഈ സിഇഒയും സ്റ്റാഫുകളും എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞേ? നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെ? നല്ല പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? പരസ്പരം തമ്മിൽ അങ്ങനെയുള്ള ഹെൽത്ത് മാറ്റേഴ്സിനെ കുറിച്ചാണ് കേട്ടോ, ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇവര് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംസാരത്തിലൂടെ സാധിക്കുന്നത്. ക്ലിയർ ആണോ? അത് സിഇഒ സ്റ്റാഫുകളാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ എന്തൊരു അവസരം വന്നാലും അവരതിനെ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവര് മറ്റ് സ്ഥാപനങ്ങളോട് അല്ലെങ്കിൽ മറ്റ് സർവീസ് ഓർഗനൈസേഷൻസിനോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തി നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ക്ലിയർ ആയോ? അത് സ്പീക്കേഴ്സ് ബ്യൂറോ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് 7th one ആണ് അഡ്വൈസറി കമ്മിറ്റി, ഉപദേശക സമിതി.
Okay, its role should be to suggest hospital administration the methods to overcome their shortcomings and interpret the functioning of the hospital to the community. എന്താണ് ഒരു advisory committeeയുടെ ജോലി? Its role should be to suggest hospital administration the method to overcome their shortcomings. Hospital administration അവരുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്താണ് ആ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആകുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉണ്ട് അല്ലെ, അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണോ അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ്? ഈ അഡ്വൈസറി കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഉപദേശക സമിതിയാണ്. ആൻഡ് ഇന്റർപ്രറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ ടു ദ കമ്മ്യൂണിറ്റി. എന്താ ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വവും ആ അഡ്വൈസറി കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കും. രണ്ട് കാര്യങ്ങളാണ് അഡ്വൈസറി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. ക്ലിയർ ആണോ? അത് അവരുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണോ അവർക്ക് പോരായ്മകൾ ഉള്ളത് അതെന്തൊക്കെയാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്താണ് നൽകുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അതിന്റെ ഫങ്ഷൻ, ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം? ഇന്റർപ്രറ്റ് ചെയ്യുക. അത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി കൊടുക്കുക. ആർക്കാ മനസ്സിലാക്കി കൊടുക്കേണ്ടത്? കമ്മ്യൂണിറ്റിക്ക് അല്ലെ. കമ്മ്യൂണിറ്റിക്ക് ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് കൂടി ഈ അഡ്വൈസറി കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ? അഡ്വൈസറി കമ്മിറ്റി ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. എന്താണ്? ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പബ്ലിക് റിലേഷൻസിനെ വിലയിരുത്താനായിട്ട് അല്ലെങ്കിൽ വിലയിരുത്തുന്നതിനുള്ള സൂചനകൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഒരു സമൂഹം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയില് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു റീജിയനിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഒരു ആശുപത്രി നല്ല പബ്ലിക് റിലേഷൻ ആണോ നിലനിർത്തുന്നത് എന്നത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചനകൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഹോസ്പിറ്റല് നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്താൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പബ്ലിക് റിലേഷൻസ്, കമ്മ്യൂണിറ്റിയിലുള്ള പബ്ലിക് റിലേഷൻസ് എത്രത്തോളം ഉണ്ട് ആ ഒരു സ്ഥാപനത്തിന് എന്ന് വിലയിരുത്തുന്നതിനുള്ള സൂചനകളാണ് നമ്മൾ താഴെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ. എന്താ? രോഗികളുടെ സംതൃപ്തി അല്ലെ. നമുക്ക് സർവേകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഇല്ലേ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്കോ ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റിന് നല്ല സർവീസ് ആണ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കെയർ ആണ് അവിടെ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ പേഷ്യന്റ് എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തിയുള്ളവരാണ് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു സർവേ, അങ്ങനെയുള്ള പേഷ്യൻസിൽ നിന്ന് നമ്മുടെ സർവേകൾ എടുക്കുന്നത് വഴി ആ ഹോസ്പിറ്റല് നല്ല സർവീസ് ആണ് കൊടുത്തത്, അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ സംതൃപ്തരാണോ എന്നുള്ള കാര്യം ഈ സർവേകൾ എടുക്കുന്നത് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അവിടെ ജസ്റ്റ് അത് എന്താണെന്ന് പറഞ്ഞു തന്നോളൂ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സർവേകളൊക്കെ എടുക്കാറില്ലേ? കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ, ക്വസ്റ്റ്യനേഴ്സ് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സർവേകൾ നടത്തുന്നു. അത് ഹോസ്പിറ്റലിന് അകത്തും നടത്തുന്നുണ്ട്, ഹോസ്പിറ്റലിന് പുറത്തുള്ള പബ്ലിക്കിനോടും നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഹോസ്പിറ്റല് നല്ലൊരു പബ്ലിക് റിലേഷൻസ് നിലനിർത്തുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ഓരോ പേഷ്യൻസും അവരുടെ സേവനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ജനറൽ ഒപ്പീനിയൻ പോൾ. എന്താ? പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. ജനറൽ ഒപ്പീനിയൻ പോൾ, പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഒരു സർവേ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു അല്ലെ. അതേസമയം ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്.
ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഒറ്റ ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരൊറ്റ സിറ്റുവേഷൻ ആയിരിക്കാം അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ പ്രോബ്ലം ആയിരിക്കാം, ഒരു പ്രശ്നമായിരിക്കാം അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളില് അതെന്താണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനും അതുപോലെ പബ്ലിക്കുമായി ബന്ധമുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു സർവീസ് ആണ്, ഒരു പുതിയ സർവീസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ നിലവിലെ സർവീസുകളിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, പുതിയ ട്രീറ്റ്മെന്റുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്ത് കാര്യവും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരൊറ്റ ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരൊറ്റ സിറ്റുവേഷൻ അവർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരൊറ്റ പ്രോബ്ലം അവർക്ക് മുന്നിൽ ഇട്ട് കൊടുത്തുകൊണ്ട് അവരുടെ എന്ത് ചെയ്യുക, ആൻസറുകൾ വാങ്ങുന്നു. ആൻസറുകൾ അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അഭിപ്രായം, അവരുടെ ഒപ്പീനിയൻ ആണത് അല്ലെ. ഓരോരുത്തരുടെയും അഭിപ്രായം ചോദിക്കുകയാണ് അവിടെ. അവരുടെ അഭിപ്രായങ്ങൾ പല അഭിപ്രായമായിരിക്കില്ലേ, എല്ലാവർക്കും ഒരുപോലെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ഒപ്പീനിയൻസ്, പല അഭിപ്രായങ്ങൾ കിട്ടും അല്ലെ. ആ കിട്ടുന്ന അഭിപ്രായങ്ങളെ ഏകീകരിച്ച് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് ഹോസ്പിറ്റല് ഈ പറയുന്ന കാര്യങ്ങളില് എങ്ങനെയാണ് നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വന്ന ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് കൂടുതലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഹോസ്പിറ്റൽ നല്ലൊരു സർവീസ് കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് ആ ഹോസ്പിറ്റലിന് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാം. അതേസമയം ഒരു നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിലോ ആ ഹോസ്പിറ്റൽ നൽകുന്ന സേവനങ്ങളിൽ അവര് സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ അവർക്ക് അത് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ. മൂന്നാമതായിട്ട് ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ഇവിടെ കൊടുക്കുന്ന ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന എന്താണ് മെഡിക്കൽ കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിറ്റി, ഗുണനിലവാരം എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ലിസ്റ്റ് വഴി മനസ്സിലാക്കും. അപ്പൊ ചെക്ക് ലിസ്റ്റിലെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അവരുടെ സേവനങ്ങളെ കുറിച്ച്. അവർ ഓരോരോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓരോരോ ഫാക്ടേഴ്സ് അടക്കിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ആയിരിക്കും തയ്യാറാക്കുക. അപ്പൊ ആ ചെക്ക് ലിസ്റ്റിനനുസരിച്ച് ആ ഓരോ കാര്യങ്ങളും ആ ഹോസ്പിറ്റൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകളിലൂടെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, ആ ഒരു പരിചരണത്തിന്റെ ഗുണനിലവാരം തിരിച്ചറിയാൻ സാധിക്കും. Then number of complaints received. കംപ്ലൈൻസ് എത്രത്തോളം നമ്പർ ഓഫ് കംപ്ലൈൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് കംപ്ലൈൻസ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റല് നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഹോസ്പിറ്റൽ ആയിരിക്കുമോ? നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഹോസ്പിറ്റൽ ആയിരിക്കുമോ ഒരുപാട് കംപ്ലൈൻസ് കിട്ടുന്ന ഹോസ്പിറ്റൽ ആവുമ്പോ? അല്ല അല്ലെ. ഒരുപാട് കംപ്ലൈൻറ്റ്സ് കിട്ടുന്ന ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ നല്ല പബ്ലിക് റിലേഷൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെ, ഒരുപാട് കംപ്ലൈൻറ്റ്സ് കിട്ടിയാൽ ആ ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നില്ല. എന്നാൽ കുറവാണ് കംപ്ലൈൻറ്റ്സ് കിട്ടുന്നെങ്കിലോ അവിടെ നല്ലൊരു മികച്ച പബ്ലിക് റിലേഷൻ അവരെ ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലെ. എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. എന്താ, കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ പബ്ലിക്കും എന്ത് ചെയ്യുന്നു, വോളണ്ടറി എഫേർട്സ് അവരുടെ സ്വമേധയായുള്ള പരിശ്രമങ്ങളുടെ വ്യാപ്തി എത്രത്തോളം എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ കോമൺ ഹെൽത്ത് സെന്റേഴ്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചില ഹോസ്പിറ്റലുകളിൽ ഈ സേവന ഭാരവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ ഭാഗമായിട്ടുള്ളവരൊക്കെ വന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? മലിനമായി കിടക്കുന്ന ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ആ ഹോസ്പിറ്റലുകാരെ നിർബന്ധിച്ചു വരുത്തുന്നതാണോ അവരെ? ഹോസ്പിറ്റലുകാരെ നിർബന്ധിച്ച് നിങ്ങൾ നാളെ വന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അത് ആ ഹോസ്പിറ്റലിനോടുള്ള ഇഷ്ടം കൊണ്ട് സന്നദ്ധ പ്രവർത്തകർ വന്ന് ചെയ്യുന്നതാണ് അല്ലെ. വോളണ്ടിയർ ആയിട്ട് സ്വമേധയാ അവർ വന്ന് ചെയ്യുന്ന കാര്യമാണ് അല്ലെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യാൻ തയ്യാറായത്? ആ ഒരു ഹോസ്പിറ്റല് മികച്ച സർവീസ് കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് ആ ഒരു ഹോസ്പിറ്റലിന് ഇഷ്ടമായത് കൊണ്ടാണ് പലരും അതിന് മുന്നിട്ടിറങ്ങുന്നത് അല്ലെ. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ പോയി അത് ചെയ്യോ? എത്ര നിർബന്ധിച്ചാലും നമ്മൾ പോകില്ല അല്ലെ. അതേസമയം നമുക്ക് ഇഷ്ടമുള്ള നമ്മുടേതായ എല്ലാ കാര്യങ്ങളും നന്നായി നിറവേറ്റി തരുന്ന ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് അവർ സ്വമേധയായി ഇറങ്ങി പല പരിശ്രമങ്ങളും അതിനു വേണ്ടി നടക്കുന്നത്. അപ്പൊ അങ്ങനെ കൂടുതലായിട്ട് ആളുകൾ സ്വമേധയാ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നല്ലൊരു പബ്ലിക് റിലേഷൻ ആ ഹോസ്പിറ്റല് ആളുകളുമാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ്.
അല്ലെ? ഇനി അധികം ആളുകൾ അങ്ങനെ സ്വമേധയിൽ ഇറങ്ങാതെ താല്പര്യക്കുറവ് കാണിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാം? നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടായിട്ടില്ല അവര് തമ്മിൽ എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. Then turn over of the health staff. എന്താ? ഹെൽത്ത് കെയർ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് അവരെന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ്? പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് പിരിഞ്ഞു പോവാം അല്ലെ? അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്ന എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പോവാം? സാലറി വ്യത്യാസങ്ങൾ കൊണ്ട് അല്ലെ? സാലറി കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിലോ അവർക്ക് ഒരുപാട് എക്സ്ട്രാ ഡ്യൂട്ടീസും വർക്കൊക്കെ കൂടുതൽ കൊടുത്തത് കൊണ്ടാകാം അല്ലെ? അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം കൊണ്ട് അല്ലെ? ബിഹേവിയർ കൊണ്ടാവാം. അതുപോലെ സുരക്ഷിതത്വം കുറവുള്ളത് കൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവിടുത്തെ ജീവനക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് എന്തിൽ ഉൾപ്പെടുന്നതാണ്? നമ്മുടെ പബ്ലിക്കിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ? സ്റ്റാഫ് എന്ന് പറയുന്നത് പബ്ലിക്കിൽ ഉൾപ്പെടുന്നതല്ലേ? അപ്പൊ അവരിങ്ങനെ ഒരുപാട് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടോ? ഇല്ല അല്ലെ? അതേസമയം സ്റ്റാഫുകൾ പിന്നെയും അവിടെ തന്നെ, അതായത് സാലറി കുറവാണെങ്കിലും ചില സ്ഥാപനങ്ങളിൽ അങ്ങനെയല്ലേ, നമ്മള് സാലറി കുറവാണെങ്കിൽ പോലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ പിന്നെയും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള താല്പര്യം കാണിക്കും. കാരണം എന്താ? നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ അവരുടേതായ പെരുമാറ്റവും കാര്യങ്ങളും ഇഷ്ടമാണ് അല്ലെ? ഒന്നിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്താലും മറ്റൊന്നിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ അത് നിൽക്കുന്നത് അല്ലെ? അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ അവരുമായിട്ടുണ്ട് എങ്കിൽ അവിടെ എന്താണ്? ഇങ്ങനെയുള്ള സ്റ്റാഫുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവില്ല അല്ലെ? അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിൽ നിന്ന്. അതുപോലെ തന്നെ consistency of the attendance of the patients in clinics and health centers. Clinics അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററുകളില് പേഷ്യൻസിന്റെ അറ്റൻഡൻസ് അല്ലെങ്കിൽ ഹാജർ നിലവാരം സ്ഥിരതയുള്ളതാണോ? എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് അവിടെ വന്നു കഴിഞ്ഞാല് അവർക്ക് ആദ്യത്തെ പ്രാവശ്യം വന്നു കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും? അവർ നല്ല രീതിയിലുള്ള ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിനെ പറ്റി അറിയില്ല അല്ലെ? അപ്പൊ നമ്മൾ ആ ഹോസ്പിറ്റലിനെ പറ്റി നിരീക്ഷിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകും അല്ലെ? അടുത്തൊരു പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും വയ്യായ്മകൾ വന്നപ്പോൾ നമ്മൾ അവിടേക്ക് തന്നെയായിരിക്കും പോവാൻ ശ്രമിക്കുക അല്ലെ? എപ്പോഴും ആ ഒരു വരുന്ന പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആ ക്ലിനിക്സിലേക്ക് വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു സ്ഥിരത എന്ന് പറയുന്നത് കുറയാൻ പാടില്ല അല്ലെ? പേഷ്യൻസിന്റെ നമ്പർ കൂടാനേ പാടുള്ളൂ അല്ലെ? അവിടെ ആ പേഷ്യൻസിന്റെ നമ്പർ കുറഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ എന്താ? നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേസമയം കൂടുകയാണെങ്കിലോ ആ ആളുകൾ അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അവർ നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്, നല്ല കെയറുകൾ കൊടുക്കുന്നുണ്ട്, നല്ല ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും വരുന്നത് അല്ലെ? അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡൊണേഷൻസ്, സംഭാവനകൾ കിട്ടാറില്ലേ? ഹോസ്പിറ്റലുകളിലേക്ക് കിട്ടാറുണ്ടോ സംഭാവനകള്? എന്തൊക്കെയായിരിക്കും സംഭാവനകൾ ഹോസ്പിറ്റലിലേക്ക് കിട്ടുന്നത്? എന്തൊക്കെ സംഭാവനകളാണ് കിട്ടാറ്? എന്തൊക്കെയാണ് അത്? അത് ഇവിടെ നിന്നാണ് ഈ സംഭാവനകൾ കിട്ടുന്നത്? പബ്ലിക്കിൽ നിന്നാണ് അല്ലെ? പബ്ലിക്കിൽ നിന്നല്ലേ സംഭാവനകൾ കിട്ടുന്നത്? ആ ഹോസ്പിറ്റൽ എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റൽ ഇപ്പൊ നല്ലൊരു ഹോസ്പിറ്റലാണ്, നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ചിലപ്പോൾ അവർക്ക് അതിനനുസരിച്ച് പുതിയ സർവീസ് ഒക്കെ കൊണ്ടുപോകും, അതെ എക്യുപ്മെന്റ്സുകൾ കിട്ടും അല്ലെ? ഉപകരണങ്ങളൊക്കെ കൊടുക്കും ആരെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാരിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ ഒരുമിച്ച് ചേർന്ന് ബെഡുകൾ അല്ലെങ്കിൽ ബെഡുകൾ കൊടുക്കും, വീൽ ചെയർസ് കൊടുക്കാറുണ്ട്, സ്ട്രെച്ചേഴ്സ് കൊടുക്കാറുണ്ട് അല്ലെ? അങ്ങനെ ഒരുപാട് സംഭാവനകൾ ആ ഒരു ഹോസ്പിറ്റലിന് കിട്ടും. അത് പൊതുജനങ്ങളിൽ നിന്നല്ലേ അങ്ങനെയുള്ള സംഭാവനകൾ കിട്ടുന്നത് അല്ലെ? പൊതുജനങ്ങൾ കൂട്ടായി നിന്ന് പ്രവർത്തിച്ചിട്ടാണ് സംഭാവനകൾ കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ടാണ്? ആ ഹോസ്പിറ്റലിനെ അവർക്ക് ഇഷ്ടമായത് കൊണ്ടാണ് അല്ലെ? ഇപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ആ ഒരു ഉപകരണം വാങ്ങാനുള്ളൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇപ്പോൾ ഇല്ല എങ്കിൽ കൂടി അത് നല്ലൊരു സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും? അത് കോൺട്രിബ്യൂട്ട് ചെയ്യും അല്ലെ? ആ ഒരു ഡൊണേഷൻസ് ആയിട്ട്, സംഭാവനയായിട്ട് ആ ഒരു ആശുപത്രിയിലേക്ക് അത് നൽകും അല്ലെ? അപ്പൊ അതുവഴി നല്ലൊരു സർവീസ്, കൂടുതൽ മികച്ച സർവീസ് ആ ഹോസ്പിറ്റലിന് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ലാസ്റ്റ് പറയുന്നത് ഇൻപേഷ്യൻസ് ഹു ലിവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ആ ഹോസ്പിറ്റലില് എന്താണ് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ താമസിച്ചുകൊണ്ട് ചികിത്സയിലിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് അവിടെ നിന്ന് പോവുക. എന്താണ്? നിങ്ങൾ പഠിച്ചതാണോ? ലാമയൊക്കെ പഠിച്ചതാണോ? ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ കാര്യമില്ലല്ലോ അല്ലെ?
ഇപ്പൊ നമ്മുടെ മെഡിക്കൽ അഡ്വൈസ്, അതായത് ഇവിടെ ഓൾറെഡി സ്റ്റേ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളായിരിക്കും അവരെന്ത് ചെയ്യുന്നു, പല കാരണം കൊണ്ടാവാം അല്ലെ, അവര് മെഡിക്കൽ അഡ്വൈസിന്റെ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ വിപരീതമായിട്ട് അവിടെ നിന്ന് പോകേണ്ടി വരുന്നത്. ചിലപ്പോൾ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രീറ്റ്മെന്റ് അവർക്ക് എന്താണ് കൊടുക്കുന്ന കെയറിലുള്ള പോരായ്മകളാവാം അല്ലെ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പരിചരണങ്ങളിലുള്ള പോരായ്മകളാവാം, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് അവർക്ക് എന്താണ് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാവാം. അങ്ങനെ പല റീസൺസ് കൊണ്ട് അവർക്ക് ഇങ്ങനെ പോവേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ കൂടുതൽ ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള സർവീസ്, നല്ല രീതിയിലുള്ള കെയർ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും അവർക്ക് നൽകുന്നില്ല അല്ലെ. അതുകൊണ്ടല്ലേ അവർ കൂടുതൽ ആളുകൾ അത് പോകുന്നത്. അതേസമയം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യില്ല, പോകാനായിട്ട് എന്താണ് അവർക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാ, പബ്ലിക് റിലേഷൻസ് വിലയിരുത്താനായിട്ട്, കമ്മ്യൂണിറ്റിയില് ഒരു ഹോസ്പിറ്റലിൽ നല്ല പബ്ലിക് റിലേഷനിലാണോ എന്നുള്ളത് വിലയിരുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്താനുള്ള സൂചനകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇനി പറയുമ്പോ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. Okay, indicators for measuring public relation. Public relation മെഷർ ചെയ്യാൻ അളക്കാൻ ഉപയോഗിക്കുന്ന സൂചനകളാണ് താഴെ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെയുള്ള സൂചനകൾ ഉപയോഗിക്കുന്നത്? Helps to identify ways of improving മെഡിക്കൽ കെയർ. എന്താ, വൈദ്യപരിചരണം മെച്ചപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്താൻ സഹായിക്കുന്നു അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യപരിചരണം മോശമാണ് അല്ലെങ്കിൽ അത്ര പോരായ്മകൾ അതിലുണ്ട് എങ്കിൽ അത് മെച്ചപ്പെടുത്തിയാൽ മാത്രമേ, നല്ല കെയർ കൊടുത്താലല്ലേ നല്ല രീതിയിലുള്ള പേഷ്യൻസ്, നമുക്ക് നല്ല നമ്പർ ഓഫ് പേഷ്യൻസിനെ കൂടുതൽ കിട്ടുള്ളൂ. അതേസമയം കെയർ നല്ലതല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താണ് അവിടെ നല്ലൊരു ഗുഡ് ഇമേജ് ഉണ്ടാവാനും പറ്റില്ല, അതുപോലെ ഒരുപാട് പേഷ്യൻസ് വരെയില്ല അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യപരിചരണത്തില് എന്തൊക്കെ കാര്യങ്ങളാണോ മെച്ചപ്പെടുത്തേണ്ടത് അതിനുള്ള വഴികള് കണ്ടെത്തുന്നതിന് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യുന്നതും കൂടി സഹായിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യലിൽ അളക്കുമ്പോൾ നല്ലൊരു പബ്ലിക് റിലേഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ എന്നവർക്ക് മനസ്സിലാക്കാനും, അവർ കൊടുക്കുന്ന വൈദ്യപരിചരണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉള്ളത് കൊണ്ടാണോ നല്ലൊരു പബ്ലിക് റിലേഷൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും, അതുവഴി ആ ഒരു നല്ല വൈദ്യപരിചരണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള എന്തൊക്കെ വഴികളാണ് ചെയ്യേണ്ടതെന്നത് കണ്ടെത്താനുമുള്ള സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ഇങ്ങനെ വൈദ്യപരിചരണം മെച്ചപ്പെടുത്തുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ് അല്ലെ. മികച്ചതും അതുപോലെ വളരെ ഹാപ്പി അല്ലെങ്കിൽ സന്തോഷവാന്മാരായിട്ടുള്ള പേഷ്യൻസിനെ എടുക്കാനായിട്ട് പറ്റും അല്ലെ. നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കെയർ കൊടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും അല്ലെ. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈഡ് ആക്കി അല്ലെങ്കിൽ ഹാപ്പി ആക്കി അല്ലെങ്കിൽ നല്ല സംതൃപ്തിയോടെ ആയിരിക്കണം തിരിച്ചു വിടേണ്ടത്. അപ്പൊ എന്നാൽ മാത്രമേ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊരു ഹോസ്പിറ്റലിലാണെങ്കിലും അവർക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. എന്തിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചത് മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാ? അവരുടെ വൈദ്യപരിചരണത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ള ആ ഒരു വൈദ്യപരിചരണം അല്ലെങ്കിൽ മെഡിക്കൽ കെയറുകൾ മെച്ചപ്പെടുത്തുന്നത് വഴി നമുക്ക് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും ബെറ്റർ ആക്കാനും അതുപോലെ ഹാപ്പിയർ ആക്കാനും സാറ്റിസ്ഫൈഡ് ആക്കാനും സാധിക്കുന്നു. ക്ലിയർ ആണോ ആ ഒരു ബോക്സ്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുക എന്നുള്ളത് അല്ലെ. നോക്കി, can be conducted by an outdoor survey agency or done as an in-house survey. ഇത് നമുക്ക് രണ്ട് വഴികളിലൂടെ ചെയ്യാം. ഒന്നാമതായിട്ട് ഹോസ്പിറ്റലിന് പുറത്ത് നമുക്ക് സർവേ ഏജൻസികളിലൂടെ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ഡൺ ആസ് ഇൻ-ഹൗസ് സർവേ, വിത്തിൻ ഹോസ്പിറ്റൽ ആണ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വരുന്ന പേഷ്യൻസിനോട് സർവേ ചെയ്തുകൊണ്ട് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ കണ്ടക്ട് ചെയ്യാം. രണ്ട് മെത്തേഡിലൂടെ ചെയ്യാം. നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് അല്ലെ, ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിന് പുറത്തുള്ള പബ്ലിക്കിലേക്ക് ഇറങ്ങി അവിടെ ഒരു ഔട്ട്ഡോർ ഏജൻസി വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ വരുന്ന ഓരോ പേഷ്യൻസിനോടും ഈ സർവേകളിലൂടെ അവരുടെ എന്താണ് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരുടെ ആൻസർ എന്താണെന്ന് നമുക്ക് ആരായാവുന്നതാണ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ, എ സർവേ ക്വസ്റ്റ്യൻ വിത്ത് ഓപ്ഷൻസ് ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. അവർക്ക് എന്താ കൊടുക്കുന്ന പേഷ്യൻസിന്? ഒരു സർവേ ക്വസ്റ്റ്യനെയർ ആണ് കൊടുക്കുന്നത്, ഒരു ചോദ്യാവലി, സർവേയുമായി ബന്ധപ്പെട്ട ചോദ്യാവലികൾ അല്ലെ. നിങ്ങൾ സർവേ ഒക്കെ കണ്ടിട്ടില്ലേ? ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ആ ഒരു കാര്യത്തെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ, എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനോടുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഗുഡ് ആണോ, ആവറേജ് ആണോ, ബാഡ് ആണോ, അല്ലെ എക്സലന്റ് ആണോ എന്ന രീതിയിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സർവേകളൊക്കെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? എന്താണ്, ആരും കണ്ടിട്ടില്ല സർവേ ഒന്നും? സർവേ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ലേ? അപ്പൊ ഇതുപോലെ എന്താണ്, ചോദ്യാവലികളായിരിക്കും. ഒരുപാട് ചോദ്യാവലികൾ ഉണ്ടാവും അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ടാവും. അതിനവർക്ക് ഓപ്ഷൻസ് ഉണ്ടാവും ആ ചോദ്യങ്ങൾക്കുള്ള. അപ്പൊ ആ ഓപ്ഷൻസ് അവര് കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് നൽകുന്നത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഇങ്ങനെയുള്ള സർവേകളുടെ ആ ഒരു റിസൾട്ട് അല്ലെ, ആ കിട്ടുന്ന എല്ലാ സർവേകളുടെയും എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്ത് കൃത്യമായിട്ട് നമുക്കൊരു നിഗമനത്തിലെത്താനായിട്ട് സാധിക്കും അല്ലെ. ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഫൈൻഡിങ്സിലേക്ക് എത്തുന്നത് വഴി എന്താണ്, ആ ഹോസ്പിറ്റലിൽ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ പേഷ്യൻസിന് സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സർവീസും ട്രീറ്റ്മെന്റും കെയർ ഒക്കെയാണോ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? ആ ഹോസ്പിറ്റൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ഇതിൽ നിന്നുള്ള കിട്ടുന്ന ആ ഒരു ഫൈൻഡിങ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്താല് മനസ്സിലാക്കാൻ പറ്റുമോ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഓക്കെ. രണ്ടാമതായി പറയുന്നത് കസ്റ്റമർ കംപ്ലയിൻസ് അല്ലെ. കസ്റ്റമേഴ്സിന്റെ കംപ്ലയിൻസ് അല്ലെ. ഇതിലെന്താ പറയുന്നേ? നമ്പർ ഓഫ് കംപ്ലയിൻസ് റിസീവ്ഡ്, എത്ര കംപ്ലയിൻസ് വന്നു എന്നതിനനുസരിച്ചാണ് അല്ലെ. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലയിൻസ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ അല്ലെ. എത്രത്തോളം കുറവ് കംപ്ലയിൻസ് ആണോ നമുക്ക് ലഭ്യമാക്കുന്നത് അത്രയും മികച്ചതാണ് അവിടുത്തെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. കംപ്ലയിൻസ് കുറവാണെങ്കിൽ അവിടെ നല്ലൊരു മികച്ച പബ്ലിക് റിലേഷൻ ആ ഹോസ്പിറ്റല് നിലനിർത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അല്ലെ. കംപ്ലയിൻസ് കൂടുതലാണെങ്കിലോ ആ ആളുകൾക്ക് അത്രയും പരാതി ഉണ്ടാവും ഒരു ഹോസ്പിറ്റലിനോട് അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളും കെയറും എല്ലാം എങ്ങനെയായിരിക്കും? ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. അവർക്ക് അതിനോട് പരാതിയുണ്ട്. അതാണ് അവർ നമുക്ക് അവിടെ ആ കംപ്ലയിൻസ് എന്ന രൂപേണ തന്നിരിക്കുന്നത്. അതേസമയം കംപ്ലയിൻസ് കുറയുക, മാക്സിമം കംപ്ലയിൻസ് കുറയുക എന്ന് പറയുമ്പോൾ ആളുകൾ അവിടെ കൊടുക്കുന്ന സർവീസുകളും കെയറും ട്രീറ്റ്മെന്റും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കംപ്ലയിൻസ് വരാതെ. എപ്പോഴും നല്ലൊരു പബ്ലിക് റിലേഷൻ, മികച്ചൊരു പബ്ലിക് റിലേഷൻ ആണെങ്കിൽ അവിടെ കംപ്ലയിൻസിന്റെ എണ്ണം കുറവായിരിക്കും. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ജനറൽ ഒപ്പീനിയൻ പോൾ. പൊതു അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെ. ജനറൽ ഒപ്പീനിയൻ പോൾ ആണ് പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. മോസ്റ്റ്ലി pertains to a single question or single situation or എന്നാണ് കേട്ടോ അവിടെ, or problem that needs an answer. ഇവിടെ എന്താ? പൊതു അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെ. ഒരു ഒറ്റ സിംഗിൾ ആയിട്ടുള്ള ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഹോസ്പിറ്റലും പബ്ലിക്കും പൊതുവായ രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഒറ്റ ക്വസ്റ്റ്യൻ അല്ലെ, ഒറ്റ ചോദ്യമാവാം അല്ലെങ്കിൽ ഒരൊറ്റ സാഹചര്യമാവാം അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ പ്രശ്നമാവാം അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്. അതിനൊരു ആൻസർ ആവശ്യമാണ് അല്ലെ. ആ ഒരു ചോദ്യം ചോദിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നു, അതിനൊരു ആൻസർ കിട്ടണം അല്ലെ. ആ കിട്ടുന്ന ആൻസേഴ്സ് എല്ലാം നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അതിനൊരു ഉത്തരം. പലരുടെയും അഭിപ്രായ വ്യത്യാസമായിരിക്കും അല്ലെ. ഒരു കാര്യം നമ്മൾ പലരോടും ചോദിച്ചു നോക്കി, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളായിരിക്കും
അല്ലെ? ഒരുപോലെയുള്ള അഭിപ്രായങ്ങളായിരിക്കില്ലല്ലോ. അപ്പൊ കിട്ടുന്ന ഓരോ ഒപ്പീനിയൻസിൽ നിന്നും മോസ്റ്റ്ലി ഒരു പോസിറ്റീവ് ആയിട്ട് രീതിയിൽ അഭിപ്രായം പറയുന്നവരുണ്ടാവും, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പറയുന്നവരുണ്ടാവും, അല്ലെ? രണ്ട് വിഭാഗമുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പൊ അങ്ങനെ പോസിറ്റീവ് ആയിട്ടാണ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഇതാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ ആ ഒരു ചോദിച്ചിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് നമുക്ക് എന്താണ് നല്ലതാണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആ ഒരു ചോദ്യം എന്തോ ആയിക്കോട്ടെ, ആ ഹോസ്പിറ്റൽ സർവീസിനെ കുറിച്ചാവാം, ട്രീറ്റ്മെന്റുകളെ കുറിച്ചാവാം, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ കെയറുകളെ കുറിച്ചാവാം. അപ്പൊ ആ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങളാണ് കിട്ടുന്നതെങ്കിൽ ആ ഹോസ്പിറ്റൽ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതേസമയം നെഗറ്റീവ് ആയിട്ടുള്ളതാണ് കിട്ടുന്നതെങ്കിലോ ആ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് കുറവാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കിട്ടിയോ? ജനറൽ ഒപ്പീനിയൻ പോള്, പൊതു അഭിപ്രായം, വോട്ടെടുപ്പ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ കമ്മ്യൂണിറ്റി. എന്താണ് അഞ്ജു? ഓറാണ് കേട്ടോ, അത് ഓറാണ് കേട്ടോ. ഓക്കെ, എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി, അല്ലെ? സന്നദ്ധ സേവകരുണ്ട്, അല്ലെ? വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ സന്നദ്ധ സേവകരല്ലേ, അല്ലെ? എന്താണ്? വോളണ്ടറി കോർപ്സ് ഓർ വോളണ്ടിയേഴ്സ് ആർ പബ്ലിക് സ്പിരിറ്റഡ് ആൻഡ് സർവീസ് മൈൻഡഡ് പീപ്പിൾ പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസസ്, അല്ലെ? അവരെങ്ങനെയായിരിക്കും ഈ വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ സന്നദ്ധ സേവകർ എന്ന് പറഞ്ഞാൽ പൊതുബോധമുള്ളവരോ അതുപോലെ സേവന മനോഭാവമുള്ളവരുമായിരിക്കും, അല്ലെ? പബ്ലിക് സ്പിരിച്വൽ അല്ലെ, പൊതുബോധമുള്ളവരായിരിക്കും, അതുപോലെ സർവീസ് മൈൻഡഡ് ആണ്, അല്ലെ? സേവന മനോഭാവമുള്ളവരാണ്. ഇങ്ങനെയുള്ള ആളുകൾ പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസുകൾ, അല്ലെ? ഒത്തിരി നമുക്ക് കൂടുതൽ സേവനങ്ങൾ അവര് നമുക്ക് നൽകുന്നുണ്ട്. സന്നദ്ധ സേവകരൊക്കെ ഉണ്ട്, അല്ലെ? ഒത്തിരി സ്ഥാപനങ്ങളോ സംഘടനകളോ ഉണ്ട്, അല്ലെ? അവരുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് പേഷ്യൻസ്, അവരെ ആളുകളെ സഹായിക്കുന്നു. ഹോസ്പിറ്റൽ പേഷ്യന്റ് കെയർ ഏരിയാസ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന, പരിചരണം കൊടുക്കുന്ന ഏരിയകളില് ആതിഥേയം വഹിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? പല സർവീസുകളും നമുക്ക് തരും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ മതിയായ രീതിയിലുള്ള ജീവനക്കാരുടെ ലഭ്യതയില്ല. അതേസമയം ആ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള വോളണ്ടിയേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അറ്റൻഡേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് പേഷ്യൻസിന്റെ കൂടെ എന്തെങ്കിലും പരിചരണങ്ങൾ ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ നൽകാനായിട്ട് കൂടെ നിൽക്കുന്നത് ചിലപ്പോ ഇങ്ങനെയുള്ള വോളണ്ടിയേഴ്സ് ആയിരിക്കും. അത് അവര് ഹോസ്പിറ്റലിൽ നിർബന്ധിച്ചിട്ട് വരുന്നതല്ല, അല്ലെ? ഹോസ്പിറ്റലിനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നല്ല സർവീസ് ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള താല്പര്യത്താൽ വരുന്ന സന്നദ്ധ സേവകരാണ്, അല്ലെ? മോർ വോളണ്ടിയറിസം, അതെ, ഫ്രീ സർവീസ് ആണ് അവർ കൊടുക്കുന്നത്, അല്ലെ? യാതൊരുവിധ തുകയും ഈടാക്കിയിട്ടല്ല അവർ കൊടുക്കുന്നത്, അല്ലെ? ഫ്രീ സർവീസ് ആണ്. അവർ ആ ഒരു ഇഷ്ടത്തിൽ, അല്ലെ, സ്വന്തം പരിശ്രമം, സ്വമേധയാ വരുന്ന ആളുകളാണ്, അല്ലെ? മോർ വോളണ്ടിയറിസം. ഇങ്ങനെയുള്ള ആളുകളുടെ കൂടുതൽ ആ ഒരു ആശുപത്രിയിൽ ഇങ്ങനെയുള്ള ആ ഒരു സന്നദ്ധ സേവകരുടെ പ്രവർത്തനം കൂടി വരികയാണ്. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേ? ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദ പബ്ലിക് റിലേഷൻ, അല്ലെ? ആ ഒരു ആശുപത്രി നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നുണ്ട്. ചിലപ്പോ ആ ഒരു ആശുപത്രി നല്ലൊരു ആശുപത്രി ആയിരിക്കാം, പക്ഷെ അവരുടെ നിലവിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് പുതിയ ജീവനക്കാരെ വയ്ക്കാൻ പറ്റാതെ വരികയോ, അല്ലെങ്കിൽ പുതിയ പുതിയ സ്റ്റാഫുകളെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു കോൺട്രാക്ടോ കാര്യങ്ങളോ കൊടുത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പൊ അത് മൂലം ചിലപ്പോൾ നല്ല സർവീസ് ഇവർക്ക് കൊടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള സന്നദ്ധ സേവകരെയും മുന്നിട്ടിറങ്ങി ആ ആശുപത്രിക്ക് വേണ്ടതായിട്ടുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട്, അല്ലെ? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ചിലപ്പോൾ അവർ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ഏരിയയിലായിരിക്കും ചിലപ്പോൾ അവരുടെ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ട്രാ സർവീസ് ആയിരിക്കും അവരുടെ ആവശ്യം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്വമേധയുള്ള അങ്ങനെയുള്ള സന്നദ്ധ സേവകരുടെ ആ ഒരു പരിശ്രമം ആ ആശുപത്രിയിൽ കൂടുന്നുണ്ടെങ്കിൽ ആ ആശുപത്രി എന്ന് പറയുന്നത് മികച്ച പബ്ലിക് റിലേഷൻ ഉള്ള ആശുപത്രിയായിരിക്കും. ക്ലിയർ ആയോ? അത് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാഫ് ടേൺ ഓവർ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അല്ലെ? ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. അവിടെയുള്ള ജീവനക്കാര് എന്ത് ചെയ്യുന്നു? പിരിഞ്ഞു പോകുന്നു, അല്ലെ? അവിടെ ഉള്ള സ്റ്റാഫുകൾ അല്ലെങ്കിൽ എംപ്ലോയീസ് ഒക്കെ അവരെന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നു. Minimal turnover of staff is an indication of good public relation of the organization. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു സ്ഥാപനം, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്,
പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും അല്ലെ. അപ്പൊ നമ്മളൊരു സ്ഥാപനം നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, നല്ല രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന, നല്ല മാനേജ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ പിന്നെയും അവിടെ തന്നെ എന്ത് ചെയ്യും, ജോലിയിൽ തുടരും അല്ലെ. അതേസമയം അവിടുത്തെ ബിഹേവിയർ, ചിലപ്പോ അവരുടെ ബിഹേവിയർ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ, നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ ബിഹേവിയർ ചിലപ്പോൾ നല്ലതായിരിക്കില്ല, ഒരുപാട് സാലറികൾ ചിലപ്പോൾ എന്താണ് നമുക്ക് കുറവായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ അതിന് കൂടാണ്ട് ഒരുപാട് ഓവർലോഡ് ആയിട്ടുള്ള വർക്കുകൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യും. അങ്ങനെ പല സാഹചര്യങ്ങളാല് ഇവിടുത്തെ ജീവനക്കാര് എന്ത് ചെയ്യുന്നുണ്ട്, പിരിഞ്ഞു പോവാ അല്ലെ. അങ്ങനെ കൂടുതൽ ആളുകൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെ. അതുകൊണ്ട് തന്നെ മിനിമൽ ടേൺ ഓവർ ആണ്. അവിടെ അധികം ജീവനക്കാർ പിരിഞ്ഞു പോവാതെ അവിടെ ജോലിയിൽ പ്രവേശിച്ചവർ അവിടെ തന്നെ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്ത് ജോലി ചെയ്യുകയാണ് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം, അതിൽ നിന്ന് നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലൊരു പബ്ലിക് റിലേഷൻ ആ ഒരു സ്ഥാപനത്തിന് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ അത്? അതാണ് ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. എത്ര കുറവാണോ അവിടുന്ന് ജീവനക്കാര് പിരിഞ്ഞു പോകുന്നത് അത്രയും പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ടെന്നാണ് അതിന്റെ സൂചന എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും അവിടെ ജോലി പ്രവേശിച്ചിരിക്കുന്ന ഓരോ ജീവനക്കാരും കുറെ നാൾ അതായത് പിരിഞ്ഞു പോവാതെ അവിടെ തന്നെ തുടർന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ ഇവര് എന്ന് പറയുന്ന പബ്ലിക്കിന്റെ ഭാഗം തന്നെയാണ് ഓരോ സ്റ്റാഫുകളും അല്ലെ. അവര് ഒരുപാട് നാൾ അവിടെ തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്ത് തുടർന്ന് പോവുകയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നത് കൊണ്ടായിരിക്കും അല്ലെ, അവർക്ക് ആ ഒരു അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും. ഇഷ്ടപ്പെടാത്ത ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കില്ല അല്ലെ, നമ്മൾ പോകുന്ന മറ്റൊരു ജോലിക്ക് പ്രവേശിക്കും. അതേസമയം അവിടെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ അവരവിടെ നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവരോട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് കൂടിയാണ് അവരവിടെ ജോലിയിൽ തുടർന്നു പോകുന്നത്. അങ്ങനെ ഒരു മിനിമം ടേൺ ഓവർ ആണ് ജീവനക്കാരുടെ അവിടെ നടക്കുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള പിരിഞ്ഞുപോല് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ രീതിയിലുള്ള പിരിഞ്ഞുപോലോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കുറവാണെങ്കിൽ നല്ലൊരു ബെറ്റർ പബ്ലിക് റിലേഷൻ ആ സ്ഥാപനത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ് അല്ലെ. നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റ്സ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുള്ളൂ അല്ലെ. ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യൻസ് ആർ റിമൈൻഡഡ് ഓഫ് ദിയർ അപ്പോയിന്റ്മെന്റ് ആസ് ടെക്സ്റ്റ് മെസ്സേജ്, ഇമെയിൽ ഓർ ഓവർ ദ ഫോൺ. എന്താണ്, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ പോലും അല്ലെ, ബുക്ക് ചെയ്ത് പോരാറുണ്ടോ ഡോക്ടറെ നെക്സ്റ്റ് ടൈം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് വീട്ടിലിരുന്നാണെങ്കിലും നമുക്ക് നമ്മള് ഇന്ന ആഴ്ച ഇന്ന ദിവസത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചില ഹോസ്പിറ്റലുകാർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ടോ? ചില ഹോസ്പിറ്റലുകാർ നമുക്ക് മെസ്സേജ് വരും നമ്മുടെ ഫോണിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫോണിൽ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇമെയിൽ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്ത ഡേറ്റ്, ടൈം, നമ്മുടെ ടോക്കൺ നമ്പർ, ഏത് ഡോക്ടറാണ് എന്ന രീതിയിൽ അല്ലെ ചെയ്യാറില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്? അവരെന്തിനാ അത് ചെയ്യുന്നത്? നമ്മുടെ അതിനെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ എന്തിനാ അവരത് ചെയ്യുന്നത്? നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അല്ലെ, റിമൈൻഡ് ചെയ്യുകയാണ്, നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതൊരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ ആയിരിക്കാം, ഇമെയിലുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോണുകളിലൂടെ അല്ലെ. പല പേഷ്യൻസിനെയും അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ എന്താ ഇമെയിലുകളോ ഫോൺ വഴിയോ ഒക്കെ ബന്ധപ്പെടാറുണ്ട്. അതങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാ? അങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന എന്തിനു വേണ്ടിയാ? വെറുതെ ഓർമ്മപ്പെടുത്തുന്നതാണോ? ആണോ? ഇപ്പൊ നമ്മളാണെങ്കിലും ചിലപ്പോ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, മറന്നുപോകും അല്ലെ. ഇന്നാണെങ്കിൽ ചിലപ്പോ നാളെ ആയിരിക്കും കാണേണ്ടത്, ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് മറന്നു പോയിട്ടുണ്ടാകും, ചിലപ്പോ നാളെ വൈകിട്ടാകുമ്പോഴേക്കും ആയിരിക്കും ഓർക്കുക അല്ലെ. നമുക്ക് ചിലപ്പോ തിരക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമ്മൾ മറന്നുപോകും. ഇവരത് ഓർമ്മിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്? ആ കൃത്യമായ ദിവസം ആ പേഷ്യന്റ് അവിടെ വരണം അല്ലെ, ആ പേഷ്യൻസിനെ അവർക്ക് വരുത്താൻ വേണ്ടിയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമല്ല, അവിടെ പേഷ്യൻസ് ഇതുവഴി എന്ത് ചെയ്യണം, ആ ഹോസ്പിറ്റലിൽ വർദ്ധിക്കണം അല്ലെ.
ആ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ വരണം അല്ലെ, മറന്നുപോയി അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സ്ഥിരം അവിടെ തന്നെ ആവും കാണല് അല്ലെ, കാണാൻ ചിലപ്പോൾ ആ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ ചിലപ്പോൾ അവിടെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു വരാം. അപ്പൊ ആ പേഷ്യന്റ് ഇവിടുന്ന് പോവരുത് അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നത്. ഇങ്ങനെ ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്ന ഒരു ആശുപത്രി ആകുമ്പോൾ നമുക്ക് എന്താണ്, പിന്നെ ഇപ്പൊ തലേ ദിവസം നമ്മുടെ അടുത്ത് വിളിച്ച് പറയാണ് അല്ലെങ്കിൽ മെസ്സേജ് വന്നേക്കാണ്, നാളെയാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്, കാണേണ്ടത്, ഡേറ്റും ടൈമും ഒക്കെ ഇന്നതാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കാണ് നാളെയാണ് അല്ലെ, നമുക്ക് പോണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത വരും അല്ലെ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് എന്ത് ചെയ്യും, പോകും. അപ്പൊ ഏറ്റവും എന്താണ് അവരുടെ രണ്ട് ഉദ്ദേശമാണ്, എന്താണ്, നല്ലൊരു പബ്ലിക് റിലേഷൻസ് ആളുകളുമായി ഉണ്ടാക്കിയെടുക്കുക മാത്രമല്ല അതുവഴി എന്താ കൂടുതൽ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക അല്ലെ, അങ്ങനെയും കൂടി ഉണ്ട് അല്ലെ. രണ്ട് കാര്യമുണ്ട്. ബെറ്റർ ദ റിലേഷൻ ഓർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻസ്, മോർ കൺസിസ്റ്റന്റ് വിൽ ബി ദ പേഷ്യൻസ് അറ്റൻഡൻസ് അല്ലെ. ഏറ്റവും നല്ല രീതിയിൽ രോഗികളുമായിട്ടൊരു നല്ല സമ്പർക്കം ഉണ്ടെങ്കിൽ ആ രോഗികളുടെ ആ ഒരു അറ്റൻഡൻസ് അല്ലെ, ഹാജർ എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതായിരിക്കും അല്ലെ. നല്ലൊരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അവരെന്താണ്, അവർ പിറ്റേ ദിവസം ചിലപ്പോൾ അവർക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതാണെങ്കിൽ അവർ മറന്നു പോകുന്ന ആളുകളാണെങ്കിൽ പോലും ഇവർ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവർ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം അവിടെ ഡോക്ടറെ കാണാൻ ചെല്ലും അല്ലെ. അത് കഴിഞ്ഞ അടുത്ത് ചിലപ്പോൾ കുറച്ച് ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടർ ചിലപ്പോൾ പിന്നെയും വരാൻ പറയും. അപ്പോഴും ഇതുപോലെ ബുക്ക് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്ന ആ ഒരു കാരണം മുടങ്ങുന്നില്ല അല്ലെ. അവിടെ ഒരു സ്ഥിരത നമുക്ക് നിലനിർത്താൻ പറ്റില്ലേ. ഒരു പ്രാവശ്യം വന്നിട്ട് പോവാതിരിക്കുകയല്ല ചെയ്യുന്നത്, ഇവരത് ഓർമ്മിപ്പിക്കുകയാണ്, അടുത്ത പ്രാവശ്യം ഇന്ന ദിവസം വരണം കേട്ടോ, തലേ ദിവസം വിളിച്ചു പറയാം നാളേക്കാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പേഷ്യൻസിന് അതിനെ കുറിച്ച് ഓർമ്മ വരികയും അവർ പിറ്റേ ദിവസം ആ പറയുന്ന ദിവസം അവിടെ ചെല്ലുകയും ചെയ്യും. ആ പേഷ്യൻസിന്റെ സ്ഥിരത എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട് വഴി സാധിക്കും. Clear ആണോ അത്? കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യൻസ് ആർ റിമൈൻഡഡ് ഓഫ് ദിയർ അപ്പോയിന്റ്മെന്റ് ആസ് ടെക്സ്റ്റ് മെസ്സേജ്, ഇമെയിൽ ഓർ ഓവർ ദ ഫോൺ. ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലുകളിലൂടെയോ അല്ലെങ്കിൽ ഫോൺ മുഖേനയോ പേഷ്യൻസിനെ അവരുടെ അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഓർമ്മിപ്പിക്കുന്നതിലൂടെ പേഷ്യൻസിന്റെ നമ്പർ, നമുക്ക് ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന്റെ നമ്പർ വർദ്ധിപ്പിക്കാൻ സാധിക്കും അല്ലെ. രണ്ടാമത് പറയുന്നത് ഇങ്ങനെയുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു കോണ്ടാക്ട് ആ പേഷ്യൻസുമായി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആ പേഷ്യൻസിന്റെ ഹാജർ സ്ഥിരത അല്ലെങ്കിൽ അറ്റൻഡൻസിന്റെ അതിന്റെ ആ ഒരു സ്ഥിരത എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിലനിർത്താനും സാധിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഡൊണേഷൻ. എന്താണ് നവ്യ, നവ്യക്ക് ഡൗട്ട് ആണോ? എന്താണ് ചോദിച്ചേ? എന്താണ്, ക്ലിയർ ആയില്ലല്ലോ. ഇപ്പൊ പറഞ്ഞതിന് മുൻപുള്ളതോ? ഏതാണ് ഹെഡിങ് എന്ന് പറയാമോ? ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ആണോ പറയുന്നേ? ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് എന്താ, നമ്മുടെ ജീവനക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോവില്ലേ. നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാണ്, നമുക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, അവിടുത്തെ അവരുടെ ബിഹേവിയർ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കുകയാണ്, നമ്മൾ അവിടെ എന്ത് ചെയ്യും, പോരും അല്ലെ. ആ സ്ഥിരം ജോലിയിൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുവോ? ഇല്ല, പോരില്ലേ. അതുപോലെ ഒരു ആശുപത്രിയിൽ ഇതുപോലെ ഒരുപാട് ജീവനക്കാർ വർക്ക് ചെയ്യുന്നില്ലേ. അപ്പൊ അങ്ങനെ ജീവനക്കാർ വർക്ക് ചെയ്യുമ്പോൾ അവരവിടെ നിന്ന് പിരിഞ്ഞ്, കൂടുതൽ ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് സ്റ്റാഫും നമ്മുടെ പബ്ലിക്കിന്റെ ഭാഗമാണല്ലോ അല്ലെ. പബ്ലിക്കിന്റെ ഒരു ഭാഗമല്ലേ അവിടുത്തെ ജീവനക്കാരല്ലേ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവര് കൂടുതലായിട്ട് ആ ഒരു ആശുപത്രിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് എന്താ, അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ. അപ്പൊ മിനിമം ടേൺ ഓവർ, അതായത് അവിടുത്തെ ജീവനക്കാര് കുറഞ്ഞ ആ ഒരു പിരിഞ്ഞു പോകുന്നത് വളരെ കുറവാണെങ്കിൽ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ആ സ്ഥാപനത്തിന് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ നവ്യ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഡൊണേഷൻസ് കേട്ടോ.
നമ്മുടെ സംഭാവനകൾ നൽകാനുണ്ട് അല്ലെ. ഹോസ്പിറ്റൽസ് പ്രൈമറി മിഷൻ ഈസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൽ പേഷ്യന്റ്. ഹോസ്പിറ്റലിലെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത് എന്താ? ആളുകൾക്ക് നല്ല രോഗി പരിചരിക്കുക അല്ലെ, രോഗികൾക്ക് ചികിത്സകൾ നൽകുക, അതുപോലെ രോഗികളെ അധിവസിപ്പിക്കുക അല്ലെ, രോഗികളെ എന്താണ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുക, നല്ല രീതിയിൽ അവരെ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസങ്ങൾ നടത്തുക. ഇതെല്ലാമാണ് ആ ഒരു ഹോസ്പിറ്റലിലെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചില സമയങ്ങളിൽ sometimes both the hospital and patient might fail to meet up with the charges needed for this. ഇനി ചില ആശുപത്രികൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലിന് രണ്ട് കൂട്ടരുണ്ട്. ഹോസ്പിറ്റലിലും ചിലപ്പോൾ അവിടെ വരുന്ന പേഷ്യൻസിനും ഈ പറഞ്ഞ ചാർജസ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർവീസ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ സെറ്റപ്പ് ചിലപ്പോൾ അത്രയും മികച്ചതായിരിക്കില്ല. അപ്പൊ ചിലപ്പോൾ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു എക്വിപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ ഒക്കെ കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ അത് ആ ഒരു ആവശ്യം മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ആവശ്യം നേരിടാനായിട്ട് ചിലപ്പോൾ ആ ഒരു ആശുപത്രിക്ക് കഴിവുണ്ടാവില്ല. അതുപോലെ പേഷ്യൻസിന്റെ കേസും അതുപോലെ തന്നെ എടുക്കാലോ അല്ലെ. ഈ ഹോസ്പിറ്റലിൽ നൽകുന്ന നല്ല സർവീസുകളാണെങ്കിൽ പോലും അതിന് കൊടുക്കാനുള്ള തുക ചിലപ്പോ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല അല്ലെ. രണ്ട് ഗ്രൂപ്പുകൾക്കും അതിന്റെ അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ. ആണോ? ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു സർവീസ് കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ച് മികച്ച എക്വിപ്മെന്റ്സ്, മെഷീനറീസ്, എല്ലാ ഉപകരണങ്ങളും വേണം അല്ലെ. ചിലപ്പോ അങ്ങനെയുള്ള എക്വിപ്മെന്റ്സോ മെഷീനറീസോ ഒന്നും ചിലപ്പോ ആ ഒരു ആശുപത്രിക്ക് അപ്പോ അഫോർഡബിൾ ആണ് അല്ലെങ്കിൽ അപ്പോ ചിലപ്പോ അവർക്ക് വാങ്ങി അവിടെ സ്ഥാപിക്കാനുള്ള പണത്തിന്റെ ദൗർലഭ്യം ഉണ്ടാവും. ആശുപത്രിയുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് അത്രയും മികച്ചതായിരിക്കില്ല. അതല്ലെങ്കിൽ എന്താണ് ആശുപത്രി നല്ല സർവീസുകൾ കൊടുക്കുന്നത്, പക്ഷെ ആ സർവീസുകൾക്ക് പണം കൊടുക്കാനായിട്ട് ചിലപ്പോ വരുന്ന പേഷ്യൻസിന് ഉണ്ടായിരിക്കില്ല. രണ്ട് കൂട്ടർക്കും ചിലപ്പോ ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ. അതാണ് ഈ പറയുന്നത്. സംടൈംസ് ബോത്ത് ദ ഹോസ്പിറ്റൽ ആൻഡ് പേഷ്യന്റ് might fail to meet up these charges needed for this. ഇതിനാവശ്യമായി വരുന്ന തുക ചിലപ്പോ ചിലവാക്കാനായിട്ട് രണ്ട് കൂട്ടരുടെ കയ്യിലും ഉണ്ടാവില്ല. അതിന് ചിലപ്പോ അവര് ഫെയിൽ ആയി പോകും അല്ലെ. ഒരു പരാജയപ്പെടുന്ന സമയത്ത് donation and charitable contributions from the public come in handy in such vital situation. ഇങ്ങനെയുള്ള സുപ്രധാന സാഹചര്യങ്ങളിൽ ഡൊണേഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് സംഭാവനകളിലൂടെയാണ്. അവിടെ നിന്നുള്ള സംഭാവനകളാണ് പബ്ലിക് അല്ലെ, പൊതുജനങ്ങളിൽ നിന്നുള്ള എങ്ങനെയുള്ള ഡൊണേഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസിൽ നിന്നാണ് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന പ്രൈമറി മിഷൻ, പ്രധാന ദൗത്യം എന്ന് പറയുന്നത് നല്ല ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, നല്ല പുനരധിവാസങ്ങൾ കൊടുക്കുക അല്ലെ, രോഗികൾക്ക് നല്ല രീതിയിലുള്ള മെഡിക്കൽ കെയറുകൾ കൊടുക്കുക. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും ആ ഒരു ഹോസ്പിറ്റലിലെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു പേഷ്യൻസിന് ഈ പറയുന്ന നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനും അല്ലെങ്കിൽ അത് സ്വീകരിക്കാനും ചിലപ്പോൾ അവര് പരാജയപ്പെടാം. കാരണം ഇതിന് കൊടുക്കാൻ പറ്റുന്ന തുക ചിലപ്പോൾ അവരുടെ കയ്യിൽ ലഭ്യമായിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അതിനായിട്ട് പൊതുജനങ്ങൾ ഈ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാന ആ ഒരു സിറ്റുവേഷൻ, സുപ്രധാന ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? അത് ആ പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡൊണേഷൻസ് വഴിയാവാം അല്ലെങ്കിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് വഴിയാവാം. ക്ലിയർ ആണോ? അത് മനസ്സിലായോ എന്താന്നുള്ളത്? അപ്പൊ ചില ആശുപത്രികൾക്ക് നല്ല സർവീസ് കൊടുക്കാൻ ചിലപ്പോൾ മെഷീനറീസ്, എക്വിപ്മെന്റ്സും ഇല്ലെങ്കിൽ എന്താണ് പബ്ലിക്കിൽ നിന്ന് അവര് ഡൊണേഷൻസ് അല്ലെ, പലരും അത് സംഭാവനകൾ ചെയ്തു അല്ലെ. ആ ഹോസ്പിറ്റലിലേക്ക് സംഭാവന ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് കിട്ടാറ് അല്ലെ. ഓരോ പൊതുജനങ്ങള് ഇന്ന കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനകളൊക്കെ അങ്ങനെ ഡൊണേറ്റ് ചെയ്തു അല്ലെ, സംഭാവനകൾ ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പൊ പേഷ്യൻസിന് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ സർവീസിന് വേണ്ടിയിട്ട് പണമില്ല എങ്കിൽ അധികം ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ സംഭാവനകൾ നൽകാറില്ലേ? പലർക്കും രോഗത്തിൻ്റെതായ അനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ സംഭാവനകൾ നൽകാറില്ലേ? അവർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉണ്ടോ? ഉറങ്ങാണോ? എല്ലാവരും ഉണ്ട് അല്ലെ. പല കോൺട്രിബ്യൂഷൻസും നടത്താറുണ്ട് അല്ലെ. അപ്പൊ ഇവയെല്ലാം എന്താണ്? ആ ആശുപത്രി നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ആശുപത്രിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഡൊണേഷന് വേണ്ടി നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ? ഇല്ല. നല്ലൊരു ആശുപത്രിയാണ് അവിടെ, അത് മികച്ചതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാവാം. അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഡൊണേഷൻസ് കൊടുക്കുന്നതും നല്ലൊരു പബ്ലിക് റിലേഷൻ മാർക്കിനെ സൂചിപ്പിക്കുന്നതാണ്. ക്ലിയർ ആയോ? അത് അത്രയും ഭാഗം ക്ലിയർ ആണോ?
ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗം നമുക്ക് നെക്സ്റ്റ് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്രയും ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാം ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ അല്ലെ? നമ്മൾ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ? കുറച്ച് എന്താണ് പിന്നെയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. അതിന്റെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താണെന്ന് ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.